അപ്പം ഗൈസ് നമ്മൾ രാവിലെ അങ്ങനെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളങ്ങനെ വിളിച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ടൊരു വണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി എടുക്കാനാണ് ഗൈസ് പറഞ്ഞേക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ജിമ്മിൽ പോയി ഇത്തിരി വർക്കൗട്ട് ചെയ്യാം. വീട്ടിൻ്റെ മണ്ടേ തന്നെ ജിമ്മ് വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ടയേർഡൊക്കെ നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പെരുക്കിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് ഗൈസ്. അവൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മളെ കാർ എടുക്കാം. ഇനി അവ ഏത് വണ്ടിയാണ് തരണതെന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്ക് വണ്ടി ഓട്ടിക്കാം ഗൈസ്. വണ്ടീൻ്റെ കുറച്ച് ചടരുത്. നമ്മളങ്ങനെ പറപ്പിച്ചിടാൻ ഗൈസ്. പക്ഷേ റോട്ടിലൊക്കെ പോലീസാണ് ഗൈസ്. തെറ്റിയടിക്കും. അല്ല വണ്ടിയിൽ മാറാം. ആരും കണ്ടില്ല ഗൈസ്. റൂളൊക്കെ പാലിച്ചു നിങ്ങൾ പോകാൻ ഗൈസ്. കേട്ടോ കുറേ ദൂരം പോകണ്ട ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെ അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തി ഗൈസ്. നമുക്ക് ഇതാണ് അവൻ്റെ വീട് ഗൈസ്. നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അവ ഇപ്പം വീട്ടിൽ കാണില്ല എന്നാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ പാർക്ക് ചെയ്യാം ഗൈസ് വണ്ടി. ഗൈസ് ഓട്ടോമാറ്റിക് ഡോർ ഗൈസ്. വീട്ടിൽ അവിടെ കാണില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. ഗൈസ് പട്ടിയൊന്നും കാണൂലായിരിക്കും. അപ്പോൾ വിളിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. നോക്കാം. കിടിലൻ വണ്ടി അല്ലേ ഗൈസ്. കാർ നമുക്ക് വേണ്ടി ബാക്ക് സൈഡിലാണ് ഗൈസ് കാർ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ. എടാ ഈ കാറൊക്കെ കിട്ടുമായിരുന്നു. ഈ കുഴപ്പമില്ല. ഇനി അവനാണെങ്കിൽ പഴയ വല്ല വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് വല്ല ചെറിയ വല്ല കാറാണ് ഗൈസ് എടുത്ത് തന്നെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ആക്രിക്ക് കൊടുത്ത വല്ല കാറായിരിക്കും ഗൈസ് പൊട്ടിപ്പൊളിഞ്ഞ. കാർ എവിടെയാണ് ഇട്ടേക്കണു? ഏടാ മോനെ കിടിലൻ കാർ ഗൈസ്. ലംബോർഗിനിൻ്റെ കാറാണ് ഗൈസ് നമുക്ക് വേണ്ടി അവൻ വെച്ചിരിക്കണ ഗൈസ്. വണ്ടി താക്കോലില്ല ഗൈസ്. താക്കോല് നോക്കണമല്ലോ. താക്കോല് വീട്ടിനകത്ത് കാണും ഗൈസ്. കബോർഡിനകത്ത് വല്ലതും കാണാൻ നോക്കാം. എവിടെയാണ് കബോർഡ് വെച്ചേക്കണവൻ? എവിടെയാ? മുകളിൽ കാണും ഗൈസ്. മുകളിൽ പോവാം. എവിടെയാ? അപ്പുറത്താണോ റൂം? ഈ നോക്കി ഇവൻ്റെ വീട് അടിച്ച് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്. ദൂരെയാണ് കബോർഡ്. ഇവിടെ കട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് താക്കോല് കിട്ടിയിട്ടുണ്ടോ ഗൈസ്? നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും നോക്കാം ഗൈസ്. വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ് വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി ഗിയർ മാറ്റിയില്ല. എടാ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടാ എനിക്ക് ആ ബൈക്ക് ഒന്ന് ഓട്ടിക്കണമെന്നുണ്ടാ. അവൻ്റെ ബൈക്ക് ഞാൻ അവനെ വിളിച്ച് നോക്കിയിട്ട് വരാം ഗൈസ്. അവനെ വിളിച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് ബൈക്ക് എടുത്ത് ഓട്ടിച്ച് നോക്കിക്കോളാനാണ് ഗൈസ്. നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം ഗൈസ് ബൈക്ക് അവൻ്റെ. പിന്നെ എല്ലാ വണ്ടി ഓട്ടിച്ച് നോക്കണം ചോദിക്കണ ഒരു മോശമല്ലേ, അതുകൊണ്ടാണ് ഗൈസ്. ബൈക്കിനെല്ലാം പറ്റി അവൻ വെച്ചേക്കില്ല ഗൈസ്. പിന്നെ പയ്യെ പോവാം. എന്താ പറഞ്ഞേ? വണ്ടിയാണല്ലോ എന്നാ പറഞ്ഞേ. അപ്പം ഗൈസ് റോട്ടിൽ പോണവർക്ക് വരെ നമ്മളെ വണ്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് രണ്ട് വീട്ടിൽ വരാം.
ഗൈസ് വണ്ടി പറക്കണം ഗൈസ്. ഏതാ നമുക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കുക, അതാണ് നല്ലത് ഗൈസ്. നമുക്കവൻ ലെംബോർഗിനിൻ്റെ കാറ് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. നമ്മൾ ആ പാട്ട വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ, അതല്ലേ. ഗൈസ് നമുക്ക് നമ്മളെ കാർ എടുത്ത് നമുക്ക് വീട്ടിൽ പോകണം ഗൈസ്. വീട്ടിൽ കൊണ്ടുവരണം കാറിന്. ഗൈസ് നമുക്ക് സ്പീഡിൽ ഈ കാറ് കൊണ്ടിടാം ഗൈസ്. നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാതെ കാണണം വെച്ചാൽ കാറ് ചീത്തായി കൈ. നിങ്ങൾ ലൈക്ക് അടിച്ചില്ല കൈ, അതാണ് പവർ കാണിച്ചില്ല. ലൈക്ക് അടിച്ചാലല്ലേ കാറൊക്കെ നേരെ വരും. അപ്പോൾ ലൈക്ക് അടിക്കാതെ കാണണം വെച്ചാൽ ലൈക്ക്, സബ് ചെയ്താണ് വെച്ചാൽ സബും ചെയ്ത് മാക്സിമം പവർ കാണിച്ചു ഗൈസ്. അപ്പം നമ്മളങ്ങനെ നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പയ്യെ അകത്ത് കയറ്റിടാം. ഇനി കാറിൻ്റെ പെയിൻ്റൊക്കെ മാറ്റണം, കളർ മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏത് കളർ വേണം കാറിന് എന്നൊക്കെ. നമ്മൾ കാറിൻ്റെ കളർ മാറ്റാം ഗൈസ്. കാറിന് നേരത്തെ ഇടിച്ചതിൽ കാറിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി ഗൈസ്. ചില്ല് കണ്ടോ, അത് നമുക്ക് ശരിയാക്കാം ഗൈസ്. മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കുറച്ച് നേരം പോയി കിടക്കാം ഗൈസ്.